എന്തൊരു ഇരിപ്പാടാ സജീതായത്. ഇത്രയും സാധനം വളരെ കള്ളക്കടം മേടിച്ച് ഇവിടെ ജോഡിച്ച് വെച്ചിട്ട് നീ ഇടുക്കി കയറിയിരുന്ന് ഈ ഫോൺ കളിച്ചോണ്ടിരുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും വന്ന് അറിയുമോ നീ ഇവിടെ ഒരാളുണ്ട്? അതാ പകുതി സാധനം ഇവിടെ അധികം വരും. എന്നിട്ട് നിനക്ക് ആത്മാർത്ഥ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഞങ്ങളെ കറക്റ്റ് ആയിട്ട് നിനക്ക് തരുന്നില്ലോ, എല്ലാരും തരുന്നതിനൊക്കെ. 1000 ഗുണമായി ഇയാളെ ശമ്പളവും തരും, എന്നിട്ട് 2000 രൂപയുടെ പണി എടുപ്പിക്കും. ഇയാള് പോയി വേറെ ഇയാൾ ആരെങ്കിലും കൊണ്ടിട്ട് ചെയ്യിപ്പോടും. സജീദെ, കളഞ്ഞിട്ട് പോവല്ലേ ജോലി. കാശ് മുടക്കുന്നവനെ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. അതുകൊണ്ട് നിന്നോട് പറഞ്ഞതാ, നീ ബാ, കേറുന്നില്ലേ? ഇയാൾ വിചാരിക്കുന്നത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ കടയും കച്ചവടം. അതുപോലെ വേക്കൻസി വേറെ ഉണ്ട്. ഞാൻ കയറിക്കോളാം എവിടെന്ന് വെച്ചാൽ. ഇയാൾ പോരാ ആടാ, ഞാനാ എന്റെ കടയിൽ നിന്ന് ഇറങ്ങിയടാ. ഇവൻ ഭയങ്കര ശല്യപ്പെടാ. ഉമ്മ കടന്ന് കാണണമെന്ന് പറഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കുക. നീയും പിന്നെ ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരു കടയിലിട്ട്. അപ്പോൾ ആള് കയറിയിട്ടുണ്ടോ? ഇല്ല. എടാ എന്നാ അത് നോക്കണം, നമുക്ക് ഇന്ന് തന്നെ നോക്കാം. അത് ഒന്ന് പോവാം. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ശരി. ചേട്ടാ, പിന്നെ ഇവിടെ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നെയായിരുന്നു. ഒരാളെ ഇപ്പം വേണമായിരുന്നു. മുതലാളി തപ്പി നടക്കുമായിരുന്നു. 1 മിനിറ്റ് ഒന്ന് നിൽക്കുക. മുതലാളി ഇപ്പം പുറത്തോട്ട് പോയി. വരുവാ മുതലാളി, ഇപ്പൊ വരും. ഒന്ന് നിൽക്കാം. ചേട്ടാ, ഇവിടെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ജോലി കുഴപ്പമില്ല. ഇത്ര സ്റ്റാഫ് ഒക്കെ ഇല്ല. നല്ല ശമ്പളം എന്തുണ്ട്? ശമ്പളം ഇവിടെ ഡെയിലി 800 രൂപ ഉണ്ട്. 800 രൂപ. ഞാൻ അപ്പുറത്തൊരു കടയൊന്നായിരുന്നു. 1000 രൂപ ശമ്പളം ഒക്കെ ഉണ്ട്. അതായത് മുതലാളി ഒരു മോശനാ. ചുമ്മാ അത് ഇതും പറഞ്ഞ് നമ്മളെ അങ്ങ് ദേഷ്യപ്പെടുത്തിക്കൊള്ളു. നമ്മൾ 1000 രൂപ ശമ്പളം തരും, പക്ഷേ 2000 രൂപയുടെ ജോലി ചെയ്യണം. ഒന്നും പറയണ്ട. പിന്നെ ഇന്നലെ പറയാനിരുന്നായിരുന്നു ഇങ്ങോട്ട്. സമയം ഇതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മളെ സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ വിട്ടോ, ഏൽപ്പിച്ചു വിട്ടോ. അതെ, മുതലാളി വന്നു. വീണ്ടും നിങ്ങളോ? ഈ കട ഇദ്ദേഹത്തിന്റെ ആയിരുന്നു? ഈ കട മാത്രമല്ല, വേറെ 3-4 കടയും കൂടി ഉണ്ടായിരുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല. ഇച്ചിരി ബാത്റൂമിലൊന്ന് പോവാം. പോയിട്ട് മുതലാളിയെ കാണാൻ വന്നതാ. ജോലി അന്വേഷിച്ചു വന്നതാ. മുതലാളിയെ കണ്ടപ്പോഴത്തേക്ക് ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞങ്ങ് പോയി. അവന് നമ്മളൊരു ജോലി കൊടുത്തത് നമ്മുടെ തട്ടില്. അവന് 1000 രൂപ ശമ്പളമായിരുന്നു. എല്ലാ ചെലവും കഴിയും. അവന് വിൽക്കുന്ന മൊത്തം അവന് വേണം. അവൻ വയറളയി തൂറും നടന്നു ഇറങ്ങി തിരിച്ചേക്കുവാ ജോലിക്ക് വേണ്ടി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാ